ഓരോ വീടിൻ്റെയും ലാൻഡ്സ്കേപ്പ് എത്രത്തോളം ഭംഗിയുള്ളതാക്കാം എല്ലാവരും ആലോചിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അത് മാത്രമല്ല അവിടെ എന്തൊക്കെ ചെടികൾ വെക്കണം, എങ്ങനെയൊക്കെ ഏറ്റവും ആകർഷകമാക്കണം. സ്വാഗതം കൃഷിഭൂമിയിലേക്ക്. വയനാട്ടിൽ വൃക്ഷയുണ്ട്. വൃക്ഷ എന്ന് പറഞ്ഞാൽ വെറും നഴ്സറി അല്ല, അക്രഡിറ്റഡ് നഴ്സറിയാണ്. ഇവിടെ വന്നിട്ട് എത്ര നാളെ? ഞാൻ വന്നിട്ട് ഇവരെ 21 years ആയി. വരുമ്പോ ആദ്യം ഇവിടെ എന്തായിരുന്നു? കോഫി തോട്ടായിരുന്നു കൂടുതൽ. അടുക്ക പിന്നെ ഇത് നമ്മളെ പെപ്പർ ഇതൊക്കെ ഒരുപാടുണ്ടായിരുന്നു. പതുക്കെ കുറഞ്ഞപ്പോഴാണ് എന്ത് ചെയ്യുന്ന ആലോചിച്ചത്. പിന്നെ ഒരു നടുക്കില് വേറെ ഒരു ഇതിന് പോയി അങ്ങനെ ഒരു നഴ്സറി എന്നുള്ളത് ചെറുതായിട്ട് തുടങ്ങി. അത് കുറച്ച് എന്ത് എക്സ്റ്റെൻഡ് ഇങ്ങനെ ചെയ്തിട്ടാണ് കുറച്ച് പതുക്കെ 2 decade കൊണ്ട് ഇവിടേക്ക് എത്തി അല്ലേ? അപ്പോൾ നിങ്ങൾ രണ്ടാളും കൂടി ഇങ്ങനെ ഒരു വലിയ നഴ്സറി ആയിട്ട് ഇതിനെ ഡെവലപ്പ് ചെയ്തു അല്ലേ? ശരിക്കും അപ്പോൾ ആദ്യം ലാൻഡ്സ്കേപ്പ് ചെയ്തത് ഇവിടെ തന്നെയാണ്. സ്റ്റാർട്ടിങ് ഇതിൻ്റെ ഒക്കെ ഉണ്ടായിരുന്നു, മെഡിസിനൽ പ്ലാന്റ്സ് ഇതൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതിനെ കുറിച്ച് ഒക്കെ മുന്നോട്ട് വേറെ വെറൈറ്റിക്ക് പോയി. അങ്ങനെ ഒരു നഴ്സറി വലിയ നമ്മൾ ഫ്രൂട്ട് പ്ലാന്റ്സ്, നമ്മൾ മദർ പ്ലാന്റ് ഒക്കെ ഉണ്ടാക്കാൻ തുടങ്ങി. അതിൻ്റെ ഗ്രാഫ്റ്റിംഗ് ഒക്കെ ചെയ്തു. ഒരുപാട് നമ്മൾ കേരള സപ്ലൈ മാത്രം ആദ്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ സ്റ്റേറ്റ് ഫുൾ പുറത്തൊക്കെ പോകാൻ തുടങ്ങി. അങ്ങനെ ബംഗ്ലാദേശിലൊക്കെ നമ്മൾ സപ്ലൈ ചെയ്തിട്ടുണ്ട് കോഫി പ്ലാന്റ്സ് ഒക്കെ. അങ്ങനെ ചെറുതായിട്ട് കുറച്ച് മുന്നോട്ട് പോകുന്നുണ്ട്. ബംഗാളി അറിയോ? ഇല്ല. കന്നഡ അറിയാം, ഹിന്ദി അറിയാം, മലയാളം അറിയാം. മദർ പ്ലാന്റ്സിൽ നിന്ന് ഡെവലപ്പ് ചെയ്യുന്നോണ്ടാണോ ഹോർട്ടിക്കൾച്ചർ മിഷന്റെ അക്രഡിറ്റേഷൻ കിട്ടിയത്? മദർ പ്ലാന്റ്സ് ഇതിൽ നമുക്ക് ഉള്ള ആവശ്യത്തിനുള്ള ചെടികളൊക്കെ റെഡി ആയിട്ട് വരുന്നുണ്ട്. ഈ മദർ പ്ലാന്റ്സിന്റെ ഈ ബ്ലോക്സ് ഡെവലപ്പ് ചെയ്യാണ് ആദ്യം ചെയ്തത് അല്ലേ? അപ്പൊ അങ്ങനെയാണ് ഇവരൊക്കെ വന്നത്. നാഷണൽ ആദ്യം സ്റ്റേറ്റ് അക്രഡിറ്റേഷൻ കിട്ടി, ഹോർട്ടിക്കൾച്ചറിൽ കിട്ടി, പിന്നെയാണ് നാഷണൽ ചെയ്തു. എത്ര ചെടികൾ ഒരു വർഷം എങ്ങനെയാ ആർക്കൊക്കെ ഇപ്പൊ സപ്ലൈ ചെയ്യുന്നത് മേജർ ക്ലയൻസ് എന്നുള്ള നിലയ്ക്ക്? നമ്മൾ സ്റ്റേറ്റിൻ്റെ ഗവൺമെൻറ് സപ്ലൈ കൂടുതലാണ് ഉള്ളത്. അത് വിട്ട് പുറത്ത് അങ്ങനെ നഴ്സറിക്ക് അങ്ങനെയൊക്കെ ഇതാറുണ്ട്. പുറത്ത് സ്റ്റേറ്റിൽ ചില ആൾക്കാരിനൊക്കെ അങ്ങനെ നഴ്സറിക്കാർക്ക് അങ്ങനെയൊക്കെ പോകാറുണ്ട്. അങ്ങനെ ഇവിടെ നിന്നാണ് ഇപ്പം എല്ലാ കിളിക്കും പോണത് അല്ലേ? എനിക്ക് തോന്നുന്നു ഹരി കുറച്ചും കൂടി കൂടുതൽ കാര്യങ്ങൾ പറയും അല്ലേ? ഹരി കൂടുതൽ നമ്മളെ മാനേജർ ഹരിയുള്ള ആളാണ്. അയാൾ കൂടുതൽ സംസാരിക്കും ഞങ്ങളുടെ കൂടെ. എങ്ങനെയാണ് നിങ്ങൾക്ക് മദർ പ്ലാന്റ് കൂടുതൽ മദർ പ്ലാന്റിന്റെ ഒരു ബ്ലോക്ക് ഡെവലപ്പ് ചെയ്തപ്പോഴാണ് നാഷണൽ ഹോർട്ടിക്കൾച്ചർ മിഷന്റെ അപ്രൂവൽ കിട്ടിയത്, അക്രഡിറ്റേഷൻ കിട്ടിയത്? എന്താ അതിന് വേണ്ടി ചെയ്തത്? എങ്ങനെയാ അത് ചെയ്തത്? മെയിൻലി നമുക്ക് വരുന്ന മദർ പ്ലാന്റ്സ് എന്ന് വെച്ചാൽ എല്ലാ മദർ പ്ലാന്റ്സ് നമ്മളിപ്പോൾ ഒരു അപ്രൂവലിന് വേണ്ടി കൊടുക്കും. നമ്മൾ ഇപ്പോൾ വെച്ചാൽ നമ്മൾ ജാക്ക് വരുന്നുണ്ട്, ഓറഞ്ച്, സപ്പോട്ട, റംബൂട്ടാൻ, മാംഗോസ്റ്റൻ, അങ്ങനത്തെ എല്ലാ ഐറ്റംസ് നമ്മൾ അക്രഡിറ്റേഷൻ കൊണ്ട് കൊടുക്കും. അപ്പോൾ അവർ ഇൻസ്പെക്ഷൻ വരുന്ന സമയത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ ഏതാണ് ഉള്ളത് നോക്കും. അതിനനുസരിച്ച് നമുക്ക് പ്രൊഡക്ടിവിറ്റി ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടോ നോക്കും. ഈ ഒരു കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് നമുക്ക് ഈ അക്രഡിറ്റേഷൻ നാഷണൽ ഹോർട്ടിക്കൾച്ചറിൻ്റെ അക്രഡിറ്റേഷൻ കിട്ടുള്ളൂ. അത് ഇയർലി അവരെ ഇൻസ്പെക്ഷൻ ഉണ്ടാവും. കാരണം നമ്മൾ റെക്കോർഡിക്കലാണെങ്കിൽ പോലും നമ്മൾ സ്റ്റോക്ക് ബുക്ക് നോക്കും, പിന്നെ അക്കൗണ്ട്സ് കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് അവർ അതിൻ്റെ അടുത്ത വർഷത്തേക്ക് പോലും റിന്യൂവൽ കിട്ടുള്ളൂ. നമുക്ക് 2 yearലാണ് നമുക്ക് കിട്ടുക. അപ്രൂവൽ കിട്ടണമെങ്കിൽ മസ്റ്റായിട്ടും ഈ കാര്യങ്ങൾ പ്രൊസീജിയർ കറക്റ്റായിട്ട് പോകണം എന്നുള്ളതാണ്. എൻ്റെ വീട്ടിനൊരു ചെറിയ മുറ്റമുണ്ട് അവിടെ. അതെൻ്റെ വീട് ലാൻഡ്സ്കേപ്പ് ചെയ്യണമെങ്കിൽ ഞാൻ എന്തൊക്കെയാണ് നിങ്ങളെ വിളിച്ചാൽ നിങ്ങൾ വന്ന് നോക്കുക, എങ്ങനെയാണ് ചെയ്യുക? നമ്മൾ A to Z കാര്യങ്ങൾ ചെയ്യുന്നതാണ്. ലാൻഡ്സ്കേപ്പിംഗ് പരമായിട്ടുള്ള A to Z കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നതാണ്. ഫസ്റ്റ് നമ്മൾ സൈറ്റ് വിസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു സൈറ്റിലെ ക്ലയൻറ്റിൻ്റെ പ്രൊക്യൂർമെൻറ്റ് നോക്കും. പിന്നെ ആ സൈറ്റിൻ്റെ ഘടന നമ്മൾ നോക്കിയിട്ട് അതിനനുസരിച്ചുള്ള ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാന്നുള്ളത്. പിന്നെ A to Z എന്ന് പറയാൻ കാരണം വെച്ചാൽ നമ്മൾ അതിൻ്റെ ഡിസൈനിങ് മുതൽ അതിൻ്റെ ഫൈനൽ നമ്മൾ ഹാൻഡ് ഓവർ ചെയ്യുന്ന സമയം വരെയുള്ള എല്ലാ കാര്യങ്ങളും മെയിൻ്റെനൻസ് അടക്കം നമ്മൾ ചെയ്ത് കൊടുക്കുന്നുള്ളത്. പിന്നെ വെച്ചാൽ നമുക്ക് കസ്റ്റമർ മറ്റുള്ളൊരു അപേക്ഷിച്ച് നമ്മൾ വ്യത്യസ്തത വരുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഓൺ പ്രൊഡക്ഷൻ ആണെന്നുള്ളതാണ്. എല്ലാം നമ്മൾ ഈ ലാൻഡ്സ്കേപ്പിന് ആവശ്യമായ ട്രീസ് ആയിക്കോട്ടെ, അതുപോലെ തന്നെ ഈ ഷെപ്സ് ഐറ്റംസ് ആയി എല്ലാ ഐറ്റംസും നമ്മൾ പ്രൊഡക്ട്സ് ഇവിടെ തന്നെ ഉൽപ്പാദിപ്പിച്ച് നമ്മൾ വിതരണക്കാരിലേക്ക് എത്തിക്കുകയാണ് ചെയ്യുന്നത്. നഴ്സറി നമ്മൾ ഇപ്പോൾ ഒരു കസ്റ്റമർ വന്നിട്ട് ഇന്ന് ചെടി വേണമെന്ന് പറയുന്നത് അവർക്ക് റീറ്റെയിലായിട്ടും ഹോൾസെയിലായിട്ടും നമ്മൾ സപ്ലൈ ചെയ്യാറുണ്ട്. ഗവൺമെന്റ് ഏജൻസീസ് നമ്മളിപ്പം VFCക്ക് കൊടുക്കുന്നുണ്ട്, റേഡ്കോ, കേക്കോ അതുപോലെ ത്രൂ ഉള്ള ഗവൺമെന്റ് ഏജൻസീസ് നമ്മൾ ഡയറക്റ്റ് സപ്ലൈ കൊടുക്കാറുണ്ട്.
അവർ ത്രൂ ഗവൺമെന്റിലേക്ക് വരും. കൃഷിഭവനിലേക്ക് അതുപോലുള്ള സപ്ലൈസിലേക്ക് ഡയറക്റ്റ് വരുന്നതാണ്. കൃഷിഭവനിലേക്ക് വരുന്നത്. അതെ അതെ. അത് ഈ കാര്യങ്ങൾ അവരും ആവശ്യപ്പെടുന്നത്. കാരണം നാഷണൽ ഹോർട്ടിക്കൾച്ചർ ബോർഡിന്റെ അപ്രൂവൽ വേണം, അതുപോലെ തന്നെ സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചർ മിഷന്റെ അപ്രൂവൽ വേണം. ഈ അപ്രൂവലുള്ള നഴ്സറികൾ മാത്രമേ ഇത് സപ്ലൈ ചെയ്യാനുള്ള അംഗീകാരമുള്ളൂ. എത്ര സ്ഥലമുണ്ട്? നമുക്കിത് ടോട്ടൽ വരുന്നത് 25 ഏക്കേഴ്സ് വരുന്നുണ്ട്. നമ്മൾ നഴ്സറി ഓൺ പ്രൊഡക്ഷൻ നിൽക്കുന്നത് 10 ഏക്കേഴ്സിലാണ് വരുന്നത്. പിന്നെ നമുക്ക് കോഴിക്കോടും വരുന്നുണ്ട്. കോഴിക്കോട് നമുക്ക് മാൾ ഓഫ് ഗാർഡൻസ് പറഞ്ഞിട്ട് മറ്റൊരു യൂണിറ്റ് ഉണ്ട്. അത് നമ്മളൊരു ഔട്ട്ലെറ്റ് ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഇത് റോബസ്റ്റ കോഫി അല്ലേ? അതെ. ഞങ്ങളുടെ ബോർഡ് എഴുതി വെച്ചുകൊണ്ട് നോക്കിയതാ. ഗ്രീഷ്മ എത്ര കാലമായി ഇവിടെ? ഞാൻ 3.5 വർഷമായി. അല്ലേ? എന്തൊക്കെയാ ഇവിടെ ചെയ്യുന്നത്? ഇതിപ്പോ ഈ കാപ്പി തൈകളുടെ ഇത് കോഫിയുടെ നഴ്സറിയാണ് ഇത് അല്ലേ? ഇത് എവിടേക്കാ കൂടുതലുള്ള? നമ്മൾ ഓൾ ഓവർ കേരളയ്ക്ക് നമുക്ക് സപ്ലൈ ഉണ്ട്. പിന്നെ വെസ്റ്റ് ബംഗാൾ അങ്ങനെ അവിടേക്കും പോകുന്നുണ്ട്. നമ്മളടുത്ത് ഇപ്പം ഇവിടെ നമ്മൾ ഓൺ പ്രൊഡക്ഷനാണ്. അത് മാത്രമല്ല നമ്മളടുത്ത് 2 ലക്ഷം തൈൻ്റെ അടുത്ത് ഇപ്പോൾ സ്റ്റോക്ക് ഉണ്ട്. നമ്മളടുത്ത് ഉള്ള വെറൈറ്റി വെച്ചാൽ സീൻഡുവാറ പിന്നെ റോബസ്റ്റയാണ് നമ്മുടെ കയ്യിലുള്ളത്. ഇതിപ്പോൾ ഒരു 6 മാസം പ്രായമുള്ള തൈയാണ്. വെച്ചാൽ നമ്മൾ ഇവിടെ തന്നെ വിത്ത് പാകി മുളപ്പിച്ച് വീണ്ടും കവറിലേക്ക് ആക്കി അതിന് വേണ്ട ഫെർട്ടിലൈസറൊക്കെ കൊടുത്ത് ഇവിടെ തന്നെ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ധൈര്യത്തോടെ ഒരാൾക്ക് കൊടുക്കാനും പറ്റും. ഇതിപ്പോൾ ഒരു 6 മാസം വെച്ചാൽ ഒരു 6 ഇല കൂടുതലായിട്ടുണ്ടാവും. നമ്മൾ ധൈര്യത്തോടെ അത് കൊടുക്കാം. എന്നുവെച്ചാൽ നമ്മുടെ നഴ്സറിയിലും നമ്മുടെ ഇവിടെ എസ്റ്റേറ്റാണ് മുകളിലേക്കൊക്കെ നമ്മുടെ നഴ്സറിയിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സാധനമാണ്. അപ്പോൾ നമുക്ക് ധൈര്യത്തോടെ ഒരാൾക്ക് നല്ല ചെടി നോക്കി അതിൻ്റെ കുരു എടുത്ത് വെച്ച് പാകി മുളപ്പിച്ച് ചെയ്യുന്നതാണ്. അതിന് വേണ്ട വളങ്ങൾ നമ്മൾ കൊടുത്തു കഴിഞ്ഞു. ഇനി ഇത് നേരെ നമുക്ക് അതെ ഇവിടെ തന്നെയാണ് പോകുന്നത്. അതെ ഇപ്പൊ കാപ്പിന്റെ വില കൂടിയതുകൊണ്ടായിരിക്കാം. അപ്പൊ ഇവിടുന്നാണ് നമ്മൾ കൊടുത്തു വിടുന്നത്. നമ്മളിപ്പോ മണ്ണും ചാണകവും കൂടെ മിക്സ് ചെയ്തിട്ടാണ് നമ്മളിപ്പോ ചെയ്തിട്ടുള്ളത്. അതിന്റെ കൂടെ നമ്മൾ ട്രൈക്കോഡർമ എന്ന് പറഞ്ഞ ഒരു ഫെർട്ടിലൈസറും കൂടെ അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് അത്യാവശ്യം ഹെൽത്തി ആയിട്ട് തന്നെയാണ് ഇപ്പോൾ ഉള്ളത്. നമുക്ക് ഡയറക്റ്റ് നമുക്ക് ഇനിയിപ്പോൾ മണ്ണിലേക്ക് വെക്കാവുന്നതേ ഉള്ളൂ. 3.5 കൊല്ലമായിട്ട് ഇതിന്റെ ഏർപ്പാടുകളൊക്കെ കൃത്യമായിട്ട് ഗ്രീഷ്മയ്ക്ക് അറിയാം അല്ലേ? ഡിമാൻഡ് ഉണ്ട്. നമ്മുടെ നഴ്സറിയിൽ നമുക്ക് കുറച്ച് എന്താ പറയുക സ്പെഷ്യൽ വെറൈറ്റീസ് ഉണ്ട്. അതിൽ മെയിനായിട്ട് എല്ലാവരും ചോദിച്ചു വരുന്നതാണ്. ഇവിടെ ഈ ഒരു വൃക്ഷ നഴ്സറിയിൽ നിന്ന് നമുക്കൊരു ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിയ ഒരു സംഭവം എന്ന് വെച്ചാൽ ലൂട്ടിയാണ്. കലാത്തിയ ലൂട്ടിയ എന്ന് പറയും. കലാത്തിയ ലൂട്ടിയയിൽ വരുന്ന ഒരു പ്ലാന്റാണ് ഇതും, വീറ്റ് കലാത്തിയ. ഇതിൽ ഇപ്പം എന്താ പറയുക എല്ലാവരും കുറച്ചും കൂടെ പ്രിഫർ ചെയ്യുന്ന ഒരു ചെടിയാണിത്. ഇതിൻ്റെ പെക്യുലർ നല്ലൊരു പർപ്പിൾ കളർ. അതെ പർപ്പിൾ കളർ. ഇത് 2 കളറായിട്ട് വരുന്നുണ്ട്. ലാൻഡ്സ്കേപ്പിലേക്കൊരു നല്ലൊരു ചോയ്സ് ആയിരിക്കും ഇത്. നമ്മുടെ അടുത്തുള്ള കലാത്തിയ ലൂട്ടിയാണിത്. നമ്മളിവിടെ പ്രൊഡക്ഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. വയലിൽ നമ്മൾ ചെയ്തിട്ട് കവറിലേക്ക് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇതെന്ന് വെച്ചാൽ ഹെലിക്കോണിയ സിറ്റക്കോറം വെറൈറ്റീസിൽ പെടുന്നതാണ് ഇതൊക്കെ. അതെ അതാണ്. പക്ഷെ നമ്മളിപ്പം റിസോർട്ടിലേക്കായാലും വീടുകളിലേക്കായാലും കൂടുതലും റിക്വയർമെൻറ്റ് വരുന്ന ഒരു പ്ലാന്റാണിത്. ഇതിൽ തന്നെ പല വെറൈറ്റീസ് ഉണ്ട്. ഫ്ലവറിലൊക്കെ കുറച്ച് ചേഞ്ച് വരുന്നതുണ്ട്. അങ്ങനെ കുറേ വെറൈറ്റീസാണ് ഇതൊക്കെ. നമ്മളിപ്പോൾ അതിൻ്റെ പ്രൊഡക്ഷനാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിപ്പോൾ ഒരു കയറ്റി പോകാനായിട്ടില്ല. ഒരു മാസമെങ്കിലും നമുക്ക് ഇതിന് ഒരു ഷെൽട്ടർ കൊടുക്കണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ജസ്റ്റ് കവർ ചേഞ്ച് ചെയ്തിട്ടേ ഉള്ളൂ. അതിന് ശേഷം ഒരു മാസം നമ്മളിവിടെ അതിനൊരു ഷെൽട്ടർ കൊടുക്കും. അതിന് ശേഷമാണ് നമ്മളിപ്പോൾ പ്ലാന്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇതെന്ന് വെച്ചാൽ ഒരു പാസിഫ്ലോറ എന്ന് പറഞ്ഞൊരു ക്രീപ്പറാണ്. നമുക്കിതുപോലെ ഒരു ആർച്ചായിട്ടോ അല്ലെങ്കിൽ ജസ്റ്റ് നമുക്ക് ബാൽക്കണിയിലൊക്കെ അങ്ങനെ കൊടുക്കാൻ പറ്റിയ ഒരു ക്രീപ്പറാണിത്. ഫ്ലവറിങ്ങും കൂടിയാണ് ഇത്. ഓൾ സീസൺ നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഫ്ലവർ ഉണ്ടാവും. എത്ര പേരുണ്ട് ഇവിടെ വർക്കേഴ്സ്? ഞങ്ങൾക്കിപ്പോൾ ഇവിടെ ഡെയിലി ഒരു 30 ലേബേഴ്സ് ഉണ്ടാവും. അല്ലാതെ ഞങ്ങളിപ്പോൾ സ്റ്റാഫായിട്ട് ഇവിടെ ഒരു 4 പേരാണുള്ളത്. പിന്നെ സാറ് കാലിക്കറ്റാണ് ഇപ്പം. ഒരു വീക്കിലി അവിടെ ആയിരിക്കും കുറച്ച് ദിവസം. വീക്കെൻഡിൽ മാത്രമാണ് നമുക്ക് സാറ് ഇവിടെ ഉണ്ടാവാറുണ്ട്. പിന്നെ മാഡം ഉണ്ടാവാറുണ്ട്. പിന്നെ നമ്മളെ ലേബേഴ്സ് അതേപോലെ 30 ലേബേഴ്സ് ഡെയിലി. നമ്മളടുത്ത് ഫിലോഡൻഡ്രം വെറൈറ്റീസ് ഒരുപാടുണ്ട്. അതിൽ തന്നെ ഞങ്ങൾക്കൊരു എന്താ പറയുക ഞങ്ങളുടെ ഒരു ബെസ്റ്റ് കളക്ഷൻ എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണിത്. ഫിലോഡൻഡ്രം ഫാറ്റ് ബോയ് എന്ന് പറയും. നമ്മളത് തായ്ലൻഡിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്ത സാധനമാണ്. അപ്പോൾ ഇതിൽ നമുക്ക് ഗ്രോത്തും വളരെ കുറവാണ്. നമുക്കിതിൽ നിന്നൊരു പ്രൊഡക്ഷൻ എന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു വർഷത്തിൽ 1-2
അത്രയും നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ ഒരു തയ്യലിന്. എന്നുവെച്ചാൽ നമ്മൾ അത്രയും സാറ് അങ്ങനെ അവിടെയൊക്കെ പോയി തായ്ലൻഡിലൊക്കെ പോയിട്ട് അവിടുന്ന് സാറിന് സ്പെഷ്യലായിട്ട് തോന്നുന്ന ചെടികൾ നമ്മൾ ഇവിടെ കൊണ്ടുവന്നിട്ട് ഇവിടെ നിന്ന് നമ്മൾ പ്രൊഡക്ഷൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു വർഷത്തിലിപ്പോൾ നമ്മൾ ഒരു 2 തൈയാണ് ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ഒരു 5 തൈയോളം നമുക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇപ്പോൾ ചെറിയ രീതിയിൽ ഇതിൻ്റെ പ്രൊഡക്ഷൻ നടന്നു വരുന്നു. ഞങ്ങളുടെ ഒരു സ്പെഷ്യൽ വെറൈറ്റീസാണിത്. ഇതും നമ്മുടെ ഒരു സ്പെഷ്യലാണ്. എന്നുവെച്ചാൽ ഇതിൻ്റെ ഡിസൈൻ തന്നെ കണ്ടാൽ അറിയാം, നല്ല രീതിയിലുള്ള ഒരു വെരിഗേഷനാണ് ഇതിൽ വന്നിട്ടുള്ളത്. സാധാരണ ചേമ്പാണ്, പക്ഷേ ഈ വെരിഗേഷൻ വരും സാധാരണയല്ല. അതൊരു അസാധാരണമായ ഒരു കാര്യമാണ്. ഇതും ഇതേപോലെ തായ്ലൻഡിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്ത അല്ല, ഇത് തായ്ലൻഡിൽ നിന്ന് ചെയ്തതാണ്. ഇതിൽ നിന്ന് നമ്മളിപ്പോൾ ഇതുപോലെ കുറച്ച് കളക്ഷൻ നമ്മൾ ഭയങ്കര ഒരു നിധി പോലെ കൊണ്ടു നടക്കുന്നതാണ് ഞങ്ങളത്. അല്ല, ഇതല്ലേ നല്ലൊരു ഡിസൈനാണ് ഇതിന്റെ. നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും, ഒരു പെയിന്റിംഗ് പോലെയൊക്കെ തോന്നിക്കുന്ന രീതിയിലുള്ള ഒരു ഡിസൈൻ. നമുക്കൊരു പ്രൊജക്റ്റ് ഉണ്ട്. അതിലേക്ക് വേണ്ടിയിട്ട് നമ്മൾ കൂടുതലും നമ്മൾ ആയുർവേദ അല്ലെങ്കിൽ മെഡിസിൻ പ്ലാന്റ്സ് ആണ് കൂടുതൽ. ഇതിപ്പോൾ കസ്തൂരി മഞ്ഞളുണ്ട്, പിന്നെ മുത്തിൽ, അതായത് ഇപ്പോൾ നമ്മൾ ചെയ്ത് വെച്ചിരുന്ന മുത്തിൽ, പിന്നെ നിലംപരണ്ട, അങ്ങനെ നമ്മൾ അന്യം നിന്ന് പോകുന്ന കുറച്ച് മെഡിസിൻ പ്ലാന്റ്സ് നമ്മൾ കുറച്ചും കൂടെ നമ്മളൊന്ന് ആ ഒരു പ്രൊജക്റ്റ് വഴി നമുക്ക് ചെയ്യാനാവും. നമുക്കിപ്പോൾ താമര എന്ന് പറഞ്ഞൊരു പ്രൊജക്റ്റ് ഉണ്ട്. ഞങ്ങൾ മാൾ ഓഫ് ഗാർഡനാണ് അത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവിടേക്ക് വേണ്ട പ്രൊഡക്ഷൻ നമ്മളാണ് ചെയ്യുന്നത്. അപ്പം ഇത് നമ്മളെ മുത്തിൽ കുടങ്ങളിലൊക്കെ പറയും. അന്യം നിന്നുകൊണ്ടിരിക്കുന്ന ഒരു സാധനം ആയതുകൊണ്ട് തന്നെ ഇതിന് നമുക്കൊരു 10,000-4,000 അടുത്ത് നമ്മളിപ്പോൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതെ, ഇതൊരു മെഡിസിൻ പ്ലാന്റും കൂടിയാണ്. പിന്നെ നമുക്ക് വരുന്ന നിലംപരണ്ട, ഇപ്പൊ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതാണ്. അതും ഇതേപോലെ ഒരു 4,000-5,000 ചെടിയുടെ അടുത്ത് നമ്മൾ സപ്ലൈ ചെയ്യുന്നതാണ്. ഔഷധ ചെടികൾ ഏതൊക്കെയാണോ ആവശ്യമുള്ളത് അതെ, അവര് നമുക്കൊരു കൊട്ടേഷൻ തന്നിട്ട് നമുക്ക് അത് ചെയ്യാണ്. നമ്മളെ ഒരു ക്വാണ്ടിറ്റിയും റേറ്റ് ഒക്കെ വെച്ചിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കുന്നതാണ്. ഇത് കള്ളിച്ചെടി ആണെങ്കിൽ പോലും ഇത് നമുക്കറിയുന്ന ഒരു ഫ്രൂട്ടിൻ്റെ തൈയാണ്. ഇത് ഡ്രാഗൺ ഫ്രൂട്ട്. നമുക്കറിയാം ഒരു പഴത്തിന് തന്നെ നമുക്കൊരു 100 രൂപയോ അങ്ങനെയൊക്കെ വരും. പക്ഷേ ഇത് നമ്മൾ കട്ടിങ് വെച്ച് നമ്മൾക്ക് തന്നെ വീട്ടിൽ സ്വന്തമായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന സാധനമാണ്. ഡ്രാഗൺ ഫ്രൂട്ട് ഇപ്പോൾ നമ്മളെ മാർക്കറ്റിലൊക്കെ ഭയങ്കരമായിട്ട് കോമൺ ആയിട്ട് ഒരു കുറച്ച് ഡിമാൻഡുള്ള സാധനമാണ്. അപ്പോൾ അതിൻ്റെ തൈയാണിത്. നമ്മുടെ അടുത്ത് അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ട്. നമ്മുടെ ഇൻഡോർ പ്ലാന്റിൻ്റെ കളക്ഷനാണ് ഇത്. ഇതിൽ തന്നെ നമുക്കിപ്പം കോമൺലി കലാത്തിയ, ഫിലോഡൻഡ്രം, സിങ്കോണിയം, അഗ്ലോണിമ ഇങ്ങനത്തെ വെറൈറ്റീസാണ് നമുക്കുള്ളത്. അതിൽ തന്നെയുള്ള ഒരു വെറൈറ്റി കളക്ഷൻസ് നമ്മളടുത്തുണ്ട്. ഇതിപ്പം കലാത്തിയ വെറൈറ്റിയിലുള്ളതാണ്. റാറ്റിൽ സ്നേക്ക് എന്നാണ് ഇതുള്ളത്. ഇത് ഇൻഡോറിലാണ് നമ്മൾ കൂടുതലും ചെയ്യുന്നത്. ഇൻഡോറിലും സെമി ഷെയ്ഡിലും പറ്റും. ഇതിലും നമ്മൾ കൂടുതൽ ഭംഗി വരുന്നത് ഇതിൻ്റെ ബാക്കിലത്തെ ഈ ഒരു പർപ്പിൾ കളറും പിന്നെ ഇതിൻ്റെ ഈ ഒരു ഡിസൈനുമാണ്. പിന്നെ ഇതൊക്കെ ഫിലോഡൻഡ്രം വെറൈറ്റീസാണ് വരുന്നത്. പിന്നെ നമ്മുടെ അടുത്ത് അഗ്ലോണിമ അങ്ങനത്തെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. ഈ പ്ലാന്റ്സ് ഒക്കെ എന്ന് വെച്ചാൽ നമ്മുടെ വൈൽഡ് ആന്തോറിയാണ്. ഇത് നമ്മൾ കൂടുതലും കളക്ട് ചെയ്യുന്നത് നോർത്ത് ഈസ്റ്റിൽ നിന്നാണ്. കുറച്ച് റെയർ ആയിട്ടുള്ള ആൾക്കാർ തന്നെ ഇതിനൊക്കെ ഒരു ഇഷ്ടം, ഇതിനോടായിട്ടൊരു ഇഷ്ടം വരുന്ന ആൾക്കാരാണ് നമ്മളിത് ചൂസ് ചെയ്യുള്ളൂ. അങ്ങനെ എല്ലാവരും വന്ന് വാങ്ങുന്ന ഒരു അതല്ല, നമ്മൾ സ്പെഷ്യലായിട്ടുള്ള ഒരു വെറൈറ്റി ആയതുകൊണ്ട് തന്നെ സ്പെഷ്യൽ ആൾക്കാരായിരിക്കും ഇതിന് അന്വേഷിച്ച് വരുന്നത്. ഇതാണ് നമ്മൾ മുമ്പ് കണ്ടുള്ള ചെറിയ തൈൻ്റെ വലുതായാൽ ഇതാ ഇതുപോലെ ഇരിക്കും. നമ്മളിതിൽ ഗ്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട്. ഗ്രാഫ്റ്റ് ചെയ്തിട്ട് നമ്മൾ വെർട്ടിക്കലായിട്ട് വിട്ടിട്ടുള്ളതാണ്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നമുക്ക് ഫീൽഡ് ഉണ്ട്. നമ്മൾ ചെയ്യുന്ന ഒരു ലാൻഡ്സ്കേപ്പ് വർക്കാണ് ഇപ്പോൾ ഹിൽട്ടൺ റിസോർട്ട്സ് എന്ന് പറഞ്ഞിട്ട് ഹൈദരാബാദിലാണ് ചെയ്യുന്നത്. അത് ഏകദേശം ഒരു 18 ഏക്കറുള്ള ഒരു പ്രോജക്റ്റാണ്. അതിന് വലിയൊരു കുളം വരുന്നുണ്ട്. കുളം വെച്ചിട്ട് വലിയൊരു ലഘു എന്നാണ് പറയാറ്. അതൊക്കെ നമ്മളെ സ്കോപ്സിലാണ് വരുന്നത്. അതേമാതിരി നമ്മളിപ്പോൾ വേറൊരു വർക്ക് ചെയ്തതാണ് കൊച്ചിയിലൊരു താജിൻ്റെ ഒരു വർക്കാണ്. കൊച്ചി വെല്ലിംഗ്ടൺ ഐലൻഡിലാണ് അതുള്ളത്.
അതിലേക്ക് ഏകദേശം പിന്നെ 75% ചെടികളും നമ്മളാണ് ഇവിടെ ഉൽപ്പാദിച്ചിട്ട് നമ്മൾ ഇവിടെ നിന്ന് അങ്ങോട്ട് കൊണ്ടുപോയിട്ട് അവിടെ ഇത് ചെയ്തതായിരുന്നു. അതിൻ്റെ മൊത്തം വർക്കാണ് നമ്മൾ ചെയ്തത്. എന്ന് വെച്ചാൽ ഈ ഹാർഡ് സ്കേപ്പ്, സോഫ്റ്റ് സ്കേപ്പ് എന്ന് പറയും. ഈ ഹാർഡ് സ്കേപ്പ് എന്ന് പറയുമ്പോൾ ഈ സ്റ്റോൺസ് ലേയിങ്, ഗസബോ, പൂള് അങ്ങനത്തെ വരുന്നതാണ്. അതേമാതിരി സോഫ്റ്റ് സ്കേപ്സ് എന്ന് പറയുമ്പോൾ ഈ പ്ലാന്റ് ഫില്ലിങ്, ഗ്രാസസ് അങ്ങനത്തെയൊക്കെയാണ് സോഫ്റ്റ് സ്കേപ്സിൽ കൂടുതൽ വരിക. പിന്നെ ഇപ്പോൾ വേറൊരു പ്രൊജക്റ്റ് നമ്മൾ താജിൽ നിന്ന് തന്നെ ചെയ്യുന്നുണ്ട്. അത് ഭുവനേശ്വർ പുരി ജഗന്നാഥ ക്ഷേത്രത്തിൻ്റെ അടുത്താണ് ചെയ്യുന്നത്. അതിൽ ഏകദേശം ഒരു 18,000 സ്ക്വയർ ഫീറ്റോളം പിന്നെ ടെറസ് ഗാർഡൻ തന്നെ വരുന്നുണ്ട്. പിന്നെ വേറൊരു നല്ലൊരു പ്രൊജക്റ്റ് നമ്മൾ ചെയ്തത് ഇവിടെ ഈ സ്ഥപതി ആർക്കിടെക്ട്സിൻ്റെ ഒരു ആവണി ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞിട്ട് അവർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. സ്ഥപതി ആർക്കിടെക്ചറിൽ വലിയൊരു ആർക്കിടെക്റ്റാണ്, സൗത്ത് ഇന്ത്യയിൽ തന്നെ ഒരു ബിഗ്ഗസ്റ്റ് ആർക്കിടെക്റ്റാണ്. അവരെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഏകദേശം ഒരു 18ഓളം മരങ്ങൾ നമ്മൾ ട്രാൻസ്പ്ലാന്റ് ചെയ്തിട്ടുണ്ട്. വേറെ സ്ഥലത്തു നിന്ന് പറിച്ച് കൊണ്ടുവന്നിട്ട് അവിടെ നട്ടതാണ്. ഒരു മരം ഏകദേശം 55 അടി ഹൈറ്റുള്ളൊരു മരമാണ് നമ്മളിപ്പോൾ പറിച്ചിട്ട് 30 കിലോമീറ്റർ ദൂരത്ത് നിന്ന് കൊണ്ടുവന്നിട്ടാണ് നമ്മളവിടെ ട്രാൻസ്പ്ലാന്റ് ചെയ്തത്. വളരെ സക്സസ്ഫുൾ ആയിട്ടാണ് ഒരു ട്രാൻസ്പ്ലാന്റ് ചെയ്തത്. അത് നമ്മളൊരു ഗ്രേറ്റ് അച്ചീവ്മെൻ്റ് ആയിട്ടാണ് അത് കാണുന്നത്. ഒന്ന് അച്ചീവ്മെൻ്റ് എന്ന് പറയുമ്പോൾ ഒരു NH നാഷണൽ ഹൈവേക്കാർ കളയേണ്ട ഒരു മരമാണ് നമ്മൾ അവിടെ കൊണ്ടുപോയിട്ട് നട്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ നമുക്കൊരു സ്പെഷ്യൽ ഇതൊക്കെ അതിൽ കിട്ടിയിട്ടുമുണ്ട്. ഒരു ഗാർഡൻ ഉണ്ടാക്കാമെന്ന് വിചാരിക്കും, ഒരു ഔട്ട്ഡോർ ഗാർഡൻ. എൻ്റെ വീട്ടിൽ എന്തൊക്കെയാണ് ഞാൻ ശ്രദ്ധിക്കേണ്ടത്? ഇത്രയും സ്ഥലങ്ങളൊക്കെ ചെയ്തു കൊടുത്തിട്ടുള്ള ആൾക്കാരെന്നുള്ള നിലയ്ക്ക് 22 കൊല്ലമായിട്ട് ഇത് ചെയ്യണ വിനതയ്ക്കുള്ള സജഷൻസ് എന്തൊക്കെയാണ്? ഒരു വീട് എന്ന് പറഞ്ഞാൽ ഒരാളിന് ഒരു ഇഷ്ടം ഉണ്ടാവും, ഇങ്ങനെ പുറത്ത് കാണുമ്പോൾ ഒരു ഭംഗിൻ്റെ ഒരു ഇതുണ്ടാവും, ഒരു ഐഡിയ ഉണ്ടാവും. ഏകദേശം ഒരു ഐഡിയ അവരത് ചോദിക്കും. അപ്പോൾ അവർക്ക് നമുക്ക് ഇങ്ങനെ വേണമെന്നുള്ളത് പറയൂ. ചിലത് നമ്മൾ അഡ്വൈസ് കൊടുക്കും. ചില ആൾക്കാർ ഭയങ്കര വെറൈറ്റി ആയിട്ട് പറയും, പൂച്ചെടികൾ മാത്രം വേണമെന്ന് പറയും. ചില ആൾക്കാർ പൂച്ചെടി വേണ്ട, വെറും ഇലച്ചെടി വേണമെന്ന് പറയും. ചിലത് ഇൻഡോർ പ്ലാന്റ്സ് മാത്രം കൂടുതൽ ഇഷ്ടപ്പെടും. അങ്ങനെയൊക്കെ ആൾക്കാരുണ്ടാവും. വയനാട്ടിൽ കൂടുതൽ ഈ പൂച്ചെടികളെ കുറിച്ച് ഇവിടുത്തെ കാലാവസ്ഥയെ കുറിച്ച് ചെറിയൊരു വ്യത്യാസം ഉണ്ടാവും. നമ്മൾ താഴ്നാട്ടിന് പോലെ പൂ ഉണ്ടാവുന്ന കുറച്ച് കുറവാണ്. കളർ ഉണ്ടാവും. ഉണ്ടാവും. റോസിനൊക്കെ എപ്പോഴും ഡിമാൻഡ് ഉണ്ട് അല്ലേ? കൂടുതൽ ആൾക്കാർ ഈ ഫ്ലവേഴ്സ് എന്ന് പറയുമ്പോൾ ആൾക്കാരിന് പെട്ടെന്ന് ഓർമ്മ വരുന്നത് കൂടുതൽ റോസാണ്. സീസണലായിട്ടുള്ള ചില ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ടാവും. ഈ ബോഗൺവില്ല അങ്ങനത്തതൊക്കെ സീസണലാണ്. അതിനൊക്കെ ഡിമാൻഡ് ഉണ്ട് അല്ലേ? അതൊരു വെരിഗേറ്റഡ് വെറൈറ്റി ആയിട്ട് 2-3 കളർ കോമ്പിനേഷൻ ആയിട്ട് അങ്ങനെയൊക്കെ വരെ ഒരുപാട് കളേഴ്സ് ഭയങ്കര ഉണ്ട്. നിങ്ങളുടെ കയ്യിൽ എത്ര കളർ ഉണ്ട്? ഈ പറഞ്ഞ വെറൈറ്റികൾ ഒരുപാട് ഉണ്ടാവില്ലേ? ഒരുപാടുണ്ട്. പിന്നെ ഇപ്പൊ എല്ലായിടത്തും ഈ വയലറ്റ് പൂ എല്ലായിടത്തും ഭയങ്കരമായിട്ട് മെലസ്റ്റോമ എന്ന് പറയും. മെലസ്റ്റോമ എന്നാണ് പേര്. ഞാൻ കുറെ കാലമായിട്ട് എന്റെ പേര് അറിയാണ്ടിരിക്കായിരുന്നു. അപ്പൊ ഇത്തരം സാധനങ്ങൾ വരുന്നുണ്ട് അല്ലേ? വേറെ പുതിയ വെറൈറ്റികൾ ഇപ്പൊ ഡിമാൻഡ് വരുന്നത് കുറെ വെറൈറ്റീസ് ഒക്കെ വരാറുണ്ട്. ജർബറ ഉണ്ട് അല്ലേ? അത് ഇതൊക്കെ നമ്മൾ പറഞ്ഞത് ഔട്ട്ഡോർ അല്ലേ? ഇൻഡോർ വെറൈറ്റികൾ എന്തൊക്കെയാണ്? അപ്പം ഉദാഹരണത്തിന് ഞാനിപ്പോൾ ഒരു ഫ്ലാറ്റിലാണ് എന്നുണ്ടെങ്കിൽ അതിനുള്ളിൽ ഔട്ട്ഡോറിലുള്ളതിനും ഇൻഡോർ വെക്കാറുണ്ട്. പക്ഷെ ഒരു ഫ്ലാറ്റിലൊക്കെ ആവുന്നെങ്കിൽ ഡിമാൻഡ് മാറും അല്ലേ? ഫ്ലാറ്റിലാവുമ്പോൾ കുറച്ച് ഇൻഡോർ പ്ലാന്റ്സ് കൂടുതൽ എടുക്കേണ്ടി വരും. ഈ ബാൽക്കണിയിൽ ചില സെമി ഷെയ്ഡുള്ള ഐറ്റംസ് ഒക്കെ വയ്ക്കാൻ പറ്റും. ഈ ഫിലഡോണ്ടോണിക്കൽ ചില വെറൈറ്റീസ് ഉണ്ടാവും. പിന്നെ ഈ ചൈന ഡോൾ പറയുമ്പോൾ അത് ഉണ്ടാവും. ഹൈറ്റുള്ള ഒരു ഫ്ലാറ്റ് ആണെങ്കിൽ അപ്പോൾ ഡിമാൻഡ് എങ്ങനെയാണ്? അപ്പോൾ ഈ ഫ്ലാറ്റിലൊക്കെ ആവുന്ന സമയത്തിൽ കുറച്ച് ഹൈറ്റുള്ള ഫ്ലാറ്റ് ആകുമ്പോൾ ഇപ്പോൾ ആൾക്കാർ കുറച്ച് കൂടുതൽ വലിയ മരങ്ങളൊക്കെ അങ്ങനെ വേണമെന്ന് പറയാറുണ്ട്. ചില ആൾക്കാരിനൊരു ക്രേസ് ഉണ്ടാവും. അപ്പോൾ ആ സമയത്ത് വലിയ പോട്ടിലാക്കിയിട്ട് ചില ചെടികളൊക്കെ എടുക്കാൻ പറ്റും, ഇടാൻ പറ്റും. അത് ഒരുപാട് ആൾക്കാർ അങ്ങനെ ഉണ്ട്. ഹോട്ടൽസും ഈ സ്റ്റാർ ഫെസിലിറ്റീസും മാത്രം ചെയ്യുമ്പോൾ ഇനിയിപ്പോ നിങ്ങൾ വീട്ടിലത്തെ പരിപാടികൾ അങ്ങനത്തെ ചെറിയ ഗാർഡനിങ് നിർത്തുകയാണോ? ഇല്ല അത് എന്തായാലും ഉണ്ട്. ലോ ബഡ്ജറ്റിന്റെ നമ്മളത് ഉണ്ട്. ഒരുപാട് ആൾക്കാർ ലോ ബഡ്ജറ്റിന്റെ ആൾക്കാരുണ്ടാവും. ചെറിയൊരു എമൗണ്ടിൽ നമുക്ക് ഇത്ര ഒരു ചെറുതായിട്ട് ഒരു ഭംഗിയാക്കി കൊടുക്കുക എന്ന് പറയാനുള്ള ആൾക്കാരുണ്ടാവും. അത് ആ ഇത് വർക്കും ഉണ്ടാവും. വെറും വലിയ ഇത് മാത്രം അല്ല, ചെറുതുള്ള നമ്മൾ ചെറിയ ബജറ്റിനുള്ള ആൾക്കാരിനുള്ള ഇത് നമ്മൾ ചെയ്തു കൊടുക്കാറുണ്ട്. അപ്പോൾ 27 ഏക്കറിൽ 10 ഏക്കറാണ് ഇപ്പോൾ ചെയ്തേക്കുന്നത് അല്ലേ? ബാക്കി സ്ഥലം കൂടിയും കൂടുതലായിട്ട് ഡെവലപ്പ് ചെയ്യട്ടെ, കൂടുതൽ ആൾക്കാർ വരട്ടെ. കാത്തിരിക്കുന്നു.
നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും.